പാകിസ്ഥാൻ ഷിംല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ഇന്ത്യക്ക് നിസ്സാരമാണ്. മാത്രമല്ല ചില സുപ്രധാന നീക്കങ്ങളും ഇന്ത്യക്ക് ഇതിലൂടെ നടത്താം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ നടപടിയോട് ക്ഷുഭിതരായ പാകിസ്ഥാൻ നിരവധി കരാറുകൾ തടഞ്ഞുവെച്ചുകൊണ്ട് പ്രതികരിച്ചപ്പോൾ ഷിംല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിലൂടെ ന്യൂഡൽഹിക്ക് 3 വലിയ നേട്ടങ്ങൾ നൽകിയിരിക്കുകയാണ്. വിനാശകരമായ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര സംഘർഷം രൂക്ഷമായി. ഓട്ടോമാറ്റിക് അസോൾട്ട് റൈഫിളുകളുമായി എത്തിയ തീവ്രവാദികൾ ജമ്മു കാശ്മീരിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാം ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ 26 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്ത്യയിലെ വിവിധ കോണുകളിൽ നിന്ന് രോഷപ്രകടനങ്ങൾ ഉണ്ടായി. പാകിസ്ഥാനെതിരെ ഇന്ത്യ 5 വലിയ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചപ്പോൾ ഇസ്ലാമാബാദ് നാടകീയമായി പ്രതികരിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ സമിതിയുടെ 1 മണിക്കൂർ നീണ്ട യോഗത്തിന് ശേഷം ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ ഇന്ത്യക്കെതിരെ 5 മടങ്ങ് താഴെത്തട്ടിൽ കിടക്കുന്ന പാകിസ്ഥാൻ നിരവധി നടപടികൾ പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമാതിർത്തി അടച്ചുപൂട്ടുകയും ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാരവും നിർത്തിയും വെച്ചു. മാത്രമല്ല 1972 സിംല കരാർ ഉൾപ്പെടെ ന്യൂഡൽഹിയുമായുള്ള എല്ലാ ഉഭയകക്ഷി കരാറുകളും നിർത്തിവെക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ പാകിസ്ഥാൻ ആഗ്രഹിച്ചെങ്കിലും 1972 കരാർ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് അവർ അറിയാതെ തന്നെ ഇന്ത്യക്ക് 3 പ്രധാന നേട്ടങ്ങളാണ് നൽകിയത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത് ഇരു രാജ്യങ്ങളും സ്വീകരിച്ച ഉഭയകക്ഷി നയതന്ത്ര പാതകളെ തടസ്സപ്പെടുത്തുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നു. ഇന്ത്യക്കുണ്ടാവുന്ന 3 വലിയ നേട്ടങ്ങൾ ഇവയാണ്. ഒന്നാമതായി LOC അതായത് ലൈൻ ഓഫ് കൺട്രോളിന്റെ കൺസെപ്റ്റ് തന്നെ ഇല്ലാതാകും. അതായത് സിംല കരാറിന്റെ 4ാം വകുപ്പിലെ ഉപവകുപ്പ് 1ഉം 2ഉം പ്രകാരം 1. ഇന്ത്യയും പാകിസ്ഥാനും സൈന്യത്തെ അന്താരാഷ്ട്ര അതിർത്തിയുടെ അതത് ഭാഗത്തേക്ക് പിൻവലിക്കും. 2. ജമ്മു കാശ്മീരിൽ 1971 ഡിസംബർ 17 വെടിനിർത്തലിന്റെ ഫലമായുണ്ടായ നിയന്ത്രണ രേഖ ഇരുപക്ഷത്തിന്റെയും അംഗീകൃത നിലപാടിന് മുൻവിധികളില്ലാതെ ഇരുപക്ഷവും ബഹുമാനിക്കണം. പരസ്പര വ്യത്യാസങ്ങളും നിയമപരമായ വ്യാഖ്യാനങ്ങളും പരിഗണിക്കാതെ ഇരുപക്ഷവും ഏകപക്ഷീയമായി അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കരുത്. ഈ രേഖ ലംഘിക്കുന്ന ഭീഷണിയിൽ നിന്നോ ബലപ്രയോഗത്തിൽ നിന്നോ വിട്ടുനിൽക്കാൻ ഇരുപക്ഷവും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണ് സിംല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ LOCയുടെ സാധുത ചോദ്യം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഇരുപക്ഷത്തിനും പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഏകപക്ഷീയമായി LOCയിൽ മാറ്റം വരുത്താൻ ഉചിതമെന്ന് തോന്നുന്ന നടപടികൾ സ്വീകരിക്കാം. ഒന്നുകൂടി പറയട്ടെ, പാകിസ്ഥാൻ ഇതിനു മുന്നേയും സിംല കരാർ ലംഘിച്ചിട്ടുണ്ട്. 1984 കറാച്ചി കരാർ പ്രകാരം വേർതിരിച്ച ഇന്ത്യൻ പ്രദേശമായ സിയാച്ചിൻ ഹിമാനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. ഇതിന് മറുപടിയായി 1984 ഇന്ത്യ ഓപ്പറേഷൻ മേഘ്ദൂത് ആരംഭിച്ചു. ഹിമാനിയുടെ പൂർണ്ണ നിയന്ത്രണം നേടി. ഇപ്പോഴത്തെ സസ്പെൻഷനോടെ ഇരു രാജ്യങ്ങളും ഇനി LOC പിന്തുടരാൻ ബാധ്യസ്ഥരല്ല. രണ്ടാമത്തേത് ഇതാണ്: കൂടുതൽ സൈനിക ഓപ്ഷനുകൾ ഇന്ത്യക്ക് തുറക്കപ്പെട്ടു. സിംല കരാറിന്റെ ക്ലോസ് 1 സബ്സെക്ഷൻ 2 ഇനി പറയുന്നുണ്ട്. ഉഭയകക്ഷി ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ പരസ്പരം സംബന്ധിച്ച മറ്റേതെങ്കിലും സമാധാനപരമായ മാർഗങ്ങളിലൂടെയോ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യത്യാസങ്ങൾ പരിഹരിക്കണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുടെ അന്തിമ പരിഹാരം വരെ ഇരുപക്ഷവും ഏകപക്ഷീയമായി സ്ഥിതിഗതികൾ മാറ്റാൻ പാടില്ല. കൂടാതെ സമാധാനപരവും യോജിപ്പുള്ളതുമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് ഹാനികരമായ ഏതെങ്കിലും പ്രവൃത്തികൾ സംഘടിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് തടയുകയും വേണം. കാര്യം ഇതാണ്: ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും സമാധാനപരമായി പരിഹരിക്കുമെന്ന് സിംല കരാർ പറഞ്ഞിരുന്നു. ഇനി ഒരു കരാറും ലംഘിക്കാതെ തന്നെ ഇന്ത്യക്ക് സൈനിക മാർഗങ്ങൾ സ്വീകരിക്കാം. തീവ്രവാദ നുഴഞ്ഞുകയറ്റം പതിവായി ബാധിക്കുന്ന മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് സൈനിക മാർഗം സ്വീകരിക്കാം. മൂന്നാമത്തേത് ആഗോള പങ്കാളികളുടെ പങ്കാളിത്തമാണ്. ആഗോള പങ്കാളികളുടെ ഇടപെടലില്ലാതെ ഉഭയകക്ഷി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ കരാർ ഇന്ത്യയെയും പാകിസ്ഥാനെയും നിർബന്ധിതരാക്കുന്നു. കരാർ ഒപ്പിട്ടപ്പോൾ പാകിസ്ഥാൻ പാശ്ചാത്യ ലോകവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നുവെങ്കിലും അതിനുശേഷം കാര്യങ്ങൾ മാറി. ഇന്ന് US, ഇസ്രായേൽ, പശ്ചിമേഷ്യ, യൂറോപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന ശക്തികളുടെ മേൽ ഇന്ത്യക്ക് സ്വാധീനം ചെലുത്തി പാകിസ്ഥാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ കഴിയും. എന്തായാലും കരാറിന്റെ ഈ ഭാഗത്തെ പാകിസ്ഥാൻ ഒരിക്കലും മാനിച്ചില്ല. കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഏറ്റവും പുതിയത് ആർട്ടിക്കിൾ 370 നിർത്തലാക്കിയതിനെതിരെ പാകിസ്ഥാന്റെ പ്രതിഷേധവുമാണ്. വർഷങ്ങളായി ആഗോളതലത്തിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായി മാറിയിട്ടുണ്ട്. കൂടാതെ നിരവധി പാശ്ചാത്യ പങ്കാളികളുടെ പിന്തുണയും ആസ്വദിക്കുന്നുമുണ്ട്. ഒരു നിമിഷത്തേക്കാണെങ്കിലും പാകിസ്ഥാൻ ഇത് മറന്നു. ഉദാഹരണത്തിന് പഹൽഗാം ആക്രമണത്തിൽ വിനോദസഞ്ചാരികളെ കാശ്മീരിൽ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ US ഹൗസ് വിദേശകാര്യ കമ്മിറ്റി തോക്കുധാരികളെ തീവ്രവാദികൾ എന്ന് പരാമർശിച്ച് തലക്കെട്ട് തിരുത്താൻ നിർദ്ദേശിച്ചു.
ഇന്ത്യക്ക് നിലവിൽ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യയിലെ നിരവധി ശക്തികളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ ചൈനയുമായുള്ള ബന്ധവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും സിംല കരാർ പാകിസ്ഥാൻ നിർത്തിവെച്ചതിലൂടെ ഇന്ത്യക്ക് വ്യക്തമായ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും അത് രണ്ട് രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങൾ കാണിക്കും.